ഹായ് ഡിയേഴ്സ്, ഫാഷൻ മേക്ക് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മാർക്കറ്റ് ഡിസൈൻ ആണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോവുക. ഗഡ്വാൾ ബനാറസി ഫാബ്രിക്കിൽ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്റ്റൈലാണ് ഞാൻ ഇട്ടേക്കുന്ന. ഈ ഒരു ഡിസൈൻ അല്ല, ഇതിലെ അതായത് ഇത് ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതിലാണ് കുറച്ചുകൂടെ കൂടുതൽ വർക്കും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനുമാണ് ഇത് വന്നേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നതിൽ വർക്ക് കുറച്ചുകൂടെ കുറവാണ്, ബട്ട് കളേഴ്സ് സെയിം ആണ്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട്, അതുപോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്, നല്ലൊരു എന്താ പറയുക റാണി പിങ്ക് അല്ല, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഷെയ്ഡ്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. വർക്ക് ഇതേപോലെ നോക്കുന്നത്. ഹെവി ആയിട്ട് ഒരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു മാംഗോ ഡിസൈൻ വരുന്നു. സൈഡ്സിലോട്ടും വർക്ക് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ ദാമൻ ബോർഡർ, ഹെവി ദാമൻ ബോർഡർ. അതിലും ഇങ്ങനെ സ്റ്റിക്കർ വർക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് പൈപ്പിംഗ്. ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. നെക്ക് പാറ്റേൺ ഇതിന് ചുറ്റും കണ്ടോ, ഒരു ഹെവി ആയിട്ടുള്ളൊരു മാംഗോ ഡിസൈൻ ആണ്. പിന്നെ അതിൽ ഫുള്ളും സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തേക്കുന്നു. ഈ ഒരു പോർഷൻ വരുമ്പം ഫുള്ളും ഇങ്ങനെ ബുട്ടാ സ്റ്റൈലിൽ റൗണ്ട് ഷെയ്ഡിലുള്ളൊരു വീവിങ്. അത് താഴെ വരെയുന്നുണ്ട്, ഒരു പാനൽ സ്റ്റൈലിൽ വർക്ക് പോകുന്നുണ്ട്. പിന്നെ ഹെവി ദാമൻ പോർഷൻ വർക്കാണ്. പിന്നെ സ്ലീവ്സിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ടും ഹെവി ആയിട്ട് ആ ഒരു വീവിങ് വർക്ക് വിത്ത് പൈപ്പിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണ് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ. സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ്. കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ അല്ല. സോഫ്റ്റ് കോട്ടണേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ഫാബ്രിക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 895 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ പോലത്തെ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഗഡ്വാൾ ബനാറസി ഫാബ്രിക് ആണ് ഇത്. ഗഡ്വാൾ ബനാറസി ഫാബ്രിക് ആണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. സോ ചിലപ്പം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യുമോ ഓർ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുമെന്നായിരിക്കും എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ ഫാബ്രിക് വന്നത് ഇച്ചിരി പ്യുവർ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഹെവി ആയിട്ട് വർക്ക്. സ്ലീവ്സ് ദാമൻ, ബാക്ക് പാനലിൽ വർക്ക് ഉണ്ട്, അതായത് ദാമൻ ബോർഡറിൽ. പിന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഫുള്ളും ഹെവി ആയിട്ട് ആ ഒരു വർക്കാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വർക്ക് സെയിം. റേറ്റ് 895 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ആൻഡ് ഇതിൻ്റെയും വർക്ക് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഹെവി ആയിട്ടത് ഫ്രണ്ടിൽ വരുമ്പം ഇതത് യോക്ക് പാറ്റേണും അതിന് താഴോട്ടും വന്നിട്ട് സൈഡ്സിലോട്ട് നോക്കുന്നുണ്ട്. ഒരു പാനൽ സ്റ്റൈൽ വർക്കും കൂടിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതായത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കുറച്ചും കൂടെ കണ്ടോ, കുറച്ച് ആ ഒരു പാകിസ്ഥാനി മോഡൽ രീതിയിലാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത്. അതും താഴെ വരെയും വർക്ക് പോയിട്ടുണ്ട്. ഇത് സ്ലീവ്സിലും വർക്ക്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഗഡ്വാൾ ബനാറസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതത് ലൈഫ് കുറഞ്ഞ ടൈപ്പ്, അതായത് നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്സ് അല്ല ഇതൊക്കെ വന്നിട്ട്. അത് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, കളർ പോവും അല്ലെങ്കിൽ പിഞ്ചി പോവുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാതെ ഇടയ്ക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കുകളാണ് ഇങ്ങനത്തെ ഫാബ്രിക്കുകൾ വന്നിട്ട്. ഈ ടോപ്പും ദുപ്പട്ടയും ബോട്ടും എല്ലാം അങ്ങനത്തെ ടൈപ്പ് കാറ്റഗറിയിലുള്ള ഫാബ്രിക്കാണ്. ചെറിയൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. റേറ്റ് 895 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.